ഹായ് ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ സ്പെഷ്യൽ എല്ലാം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിന്റെ പരിപാടികളെല്ലാം അടുക്കളയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഗോതമ്പ് മാവ് കൊണ്ട് ഒരപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, പിന്നെ ഇത് ഏത്തപ്പഴമാണേ, പിന്നെ ഗോതമ്പ് മാവ് എല്ലാം ഉണ്ട്. അമ്മ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത്. തേങ്ങ വേണോ അല്ലേ അമ്മ ഇതിന്? തേങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അമ്മ തേങ്ങ ചിരണ്ടി എടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പടിയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിന്ന് ഒരപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നെയ്യിൽ നമ്മൾ വഴട്ടി ഒന്ന് എടുക്കുകയാണ്. നൈറ്റാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയത് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഉണ്ടാക്കി തുടങ്ങിയത്. എല്ലായിടത്തും പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിതാ നല്ല ബ്രൗൺ കളറായി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ആദ്യം കോരി മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത് നമുക്ക് മുന്തിരി വഴറ്റിയെടുക്കണം. 2025 എത്ര പെട്ടെന്നാണല്ലേ കടന്നുപോയത്. എല്ലാവർക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ്. ആ ഒരു വർഷം പെട്ടെന്ന് കടന്നുപോയി. ഇപ്പോൾ അതാ പുതിയ വർഷം വന്നു. ഈ ഒരു വർഷം എല്ലാവർക്കും 2026 എല്ലാവർക്കും ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ. 2025 അങ്ങനെ വലിയ കുഴപ്പമുള്ളൊരു വർഷമായിരുന്നില്ല. പെട്ടെന്ന് അങ്ങ് വർഷം കടന്നുപോയി. ഞാൻ എപ്പോഴും എന്നെ തന്നെ പോസിറ്റീവ് ആക്കാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആ സിറ്റുവേഷൻ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് മറികടക്കാൻ ശ്രമിക്കണം. അത് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു പോസിറ്റീവായിട്ട് എന്നെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അത് പക്ഷേ എനിക്ക് അങ്ങനെ നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുമുണ്ട്. ഞാനിങ്ങനെ കാര്യം പറഞ്ഞിരുന്നത് നമ്മുടെ ആ സമയം കൊണ്ട് മുന്തിരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നെയ്യിൽ മുന്തിരി അമ്മ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുറച്ച് സാധനങ്ങളും കൂടി വഴറ്റി എടുക്കാനുണ്ട്. മുന്തിരി അങ്ങനെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏത്തപ്പഴമാണ്, നേന്ത്രപ്പഴം. അപ്പോൾ അത് നമുക്കിനി നെയ്യിലൊന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇതൊരു 3 പഴമൊക്കെ കാണും. നമ്മൾ കുറച്ച് കൂടുതലായിട്ടാണ്, 1 കിലോ മാവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് എടുത്തത് കൊണ്ട് പഴവും കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും മാവിൻ്റെ അളവിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. അമ്മ ഇപ്പം എന്നെ എന്താ ഇങ്ങനെ നോക്കിയെന്നറിയോ? അമ്മ എൻ്റെ അടുത്ത് എത്ര നെയ്യ് വാങ്ങിച്ചു എന്ന് ചോദിച്ചേ. കാരണം പഴം ഇട്ട് കഴിയുമ്പോഴത്തേക്കും പഴത്തിൽ ഫുള്ള് നെയ്യ് അങ്ങ് പിടിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങയും കൂടി ഇതേപോലെ ഇങ്ങനെ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നെയ്യ് 2 കുപ്പി വാങ്ങിച്ചോ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലമ്മ, 1 കുപ്പിയെ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു റിയാക്ഷനാണ് ആ കണ്ടത്. പക്ഷെ കുഴപ്പമില്ല, ചെറിയൊരു ബോട്ടിലാണെങ്കിൽ അതിൽ ഇനിയും കുറച്ചുകൂടി നെയ്യുണ്ട്. അപ്പം നമുക്ക് തേങ്ങ വഴറ്റിയെടുക്കാൻ അങ്ങനെ ഒരുപാട് നെയ്യൊന്നും വേണ്ട, കുറച്ച് മതിയേ. തേങ്ങ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചതാണ് നമ്മളിനി തേങ്ങയൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് പോവുകയാണ്. ഉരപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിടുന്ന സാധനങ്ങളില്ലേ, ആ തേങ്ങ, പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിക്കുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇങ്ങനെ പറയുന്ന കേട്ടാത്തത് നമ്മൾ വീട്ടിലിത് സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ടെന്നേ. അങ്ങനെയൊന്നുമില്ല. മുമ്പൊരു തവണ നമ്മൾ ഈ അരിമാവിൽ ഉണ്ടാക്കുമല്ലോ, അതിൽ നമ്മൾ തേങ്ങ മറ്റു സാധനങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് ടേസ്റ്റിന് വേണ്ടി. അത് നല്ല ജെല്ലി പോലെ ഇങ്ങനെ ഇരിക്കും. അത് മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമ്മളങ്ങനെ ഗോതമ്പിലൊന്നും അങ്ങനെ കിണ്ണത്തപ്പം അല്ലെങ്കിൽ ഒരപ്പമൊന്നും അങ്ങനെ ഉണ്ടാക്കിയൊന്നും കഴിച്ചിട്ടില്ല. നമ്മളങ്ങനെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സംഭവമൊന്നും അല്ല ഇതൊന്നും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് എല്ലാ സാധനങ്ങളും തോനെയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ് തുടങ്ങിയത്. നമ്മൾ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യിൽ വഴറ്റിയെടുക്കാനുള്ള എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് ഗോതമ്പ് മാവില്ല, ഇത് സാധാ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മാവില്ലേ, അതാണ്. അപ്പോൾ ഈ മാവ് നമുക്കിനി ശർക്കര പാനി ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ജാറിൽ മാവ് ഇട്ടിട്ട് ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഗോതമ്പ് മാവ് നമ്മൾ അരിപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നത്. ഇങ്ങനെ അരച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. നമ്മളല്ലാതെ മിക്സ് ചെയ്യുകയാണെങ്കിൽ മാവ് ഇങ്ങനെ കട്ടയാവും. പിന്നെ അത് ഉടച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ മാവ് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ കിട്ടുവേ, ഒരു കട്ട പോലും കാണില്ല, നല്ലതായിട്ട് കിട്ടും. ആദ്യം നമ്മൾ ശർക്കര പാനി ഒഴിച്ചാണ് അരച്ചെടുത്തത്. രണ്ടാമത് ഇങ്ങനെ കളർ വ്യത്യാസം വന്നത് എന്താണെന്നറിയാമോ? രണ്ടാമത് നമ്മൾ ശർക്കര പാനി ഒഴിക്കാതെ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. മാവ് കുറേ ഉണ്ടല്ലോ, ഇത് 1 കിലോ മാവുണ്ട്. മാവ് മൊത്തം അരച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അമ്മ തേങ്ങ ഇട്ട് മാവിലൊക്കെ ഇളക്കി കളഞ്ഞു കേട്ടോ. അതിന് മുന്നേ വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഇടണം. ഉപ്പ്, പിന്നെ സോഡാപ്പൊടി. സോഡാപ്പൊടി ഇടുന്നത് മാവ് നന്നായിട്ട് എല്ലാ ഭാഗവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് സോഡാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ തേങ്ങയും അതേ കണക്ക് പഴം, നമ്മൾ നേരത്തെ നെയ്യിൽ വഴറ്റി വെച്ച എല്ലാ സാധനങ്ങളും ഇട്ട് നന്നായിട്ടൊന്ന് മാവ് മിക്സ് ചെയ്തെടുക്കണം. നമ്മളുണ്ടല്ലോ, എൻ്റെയൊക്കെ ഇതിനേക്കാളും ചെറുപ്പത്തിൽ നമ്മൾ മുന്നേ ഒരു ന്യൂ ഇയറിന് ഒരു പുരയിടത്തിൽ ഇങ്ങനെ കുറേ ഇലയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ തീയൊക്കെ കത്തിച്ച് പച്ചമടലിങ്ങനെ റോഡിലൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഇതിനേക്കാളൊക്കെ ചെറുപ്പത്തിൽ ഒരു 8, 7 അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത്. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓർമ്മയാണ്. ഇപ്പം നമ്മളിങ്ങനെ എന്താണ് എല്ലാവരും പുറത്ത് പോകും. കൂടുതലും നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ എല്ലാവരും ട്രിവാൻഡ്രത്തൊക്കെ പോകും, ലൈറ്റ് കാണും. അതൊക്കെയാണ് ഇപ്പോഴത്തെ ആഘോഷം. ഇപ്പോഴാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകും, ഫുഡ് കഴിക്കും, കറങ്ങാൻ പോകും, ഓരോരോ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ആഘോഷം. ഇപ്പോഴാണെങ്കിൽ നമ്മൾ കൂടുതലും നൈറ്റ് പുറത്ത് ലൈറ്റ് കാണാനൊക്കെ പോകുന്നതൊക്കെ അടിപൊളിയാണല്ലേ.
അപ്പം നമ്മുടെ മാവ് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം മാവിൽ നമ്മൾ ലാസ്റ്റായിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി വാഴയില വേണം. അപ്പം ഞാൻ നല്ലൊരു വാഴയില എടുത്തിട്ട് അതിങ്ങനെ വാട്ടിയതിന് ശേഷം ഇങ്ങനെ റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇതുപോലെ പ്ലേറ്റിൽ വെച്ചിട്ട് വേണം നമുക്ക് മാവ് ഒഴിക്കാൻ. അപ്പോൾ ആദ്യം പ്ലേറ്റിൽ വെച്ചിട്ട് നെയ്യ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. പ്ലേറ്റിൽ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം. ആ ഇലയിലും പ്ലേറ്റിൻ്റെ സൈഡിലൊക്കെ തേച്ചിട്ട് നമുക്കിതുപോലെ മാവ് ഒഴിക്കണം. ഈ ഒരു പ്ലേറ്റിൽ നമുക്ക് പകുതിയോളം മാവ് ഒഴിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് കുറച്ച് മാത്രമേ അങ്ങനെ പൊങ്ങി വരുള്ളൂ. നന്നായിട്ട് വേവാനുള്ള സ്പേസ് ഒക്കെ കിട്ടും. അപ്പോൾ മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവിയിലാണിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കുട്ടൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ വെച്ച് അതിന് മുകളിലായിട്ട് ഈ പാത്രം വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ഇഡ്ഡലിക്കുട്ടാണ്. പക്ഷേ ഇതിനകത്ത് നന്നായിട്ട് വെന്ത് വരും. ആവി നന്നായിട്ട് അടിച്ച് വെന്ത് വരും. ആദ്യം അമ്മ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് പ്ലേറ്റ് ഒന്ന് ചരിഞ്ഞു പോയി. പിന്നെ നമ്മൾ നേരത്തെ വെള്ളം പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഇഡ്ഡലിക്കുട്ട അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ചായിരുന്നു. അതുകൊണ്ട് പിന്നീട് തൊടാൻ പോലും പറ്റുന്നില്ലായിരുന്നു. നല്ല ചൂടായതുകൊണ്ട് അതിൻ്റെ സൈഡിൽ തട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും എടുത്ത് സെറ്റാക്കിയൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ അടച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ മാവ് തോനെ ഉള്ളതുകൊണ്ട് നമ്മളതിൽ വേറൊരു ഇഡ്ഡലിക്കുട്ട ഉണ്ട്. അപ്പോൾ അതിനകത്ത് വേറൊരു പ്ലേറ്റ്, അങ്ങനെ 2 പ്ലേറ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലും കൂടി വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഒരു 20 മിനിറ്റ് എന്തായാലും വെച്ചിരിക്കണം. അപ്പോൾ അതിനുശേഷം ഞാൻ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്, അതുപോലെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. വെന്ത് ഗൈസ്, വെന്ത് നല്ല മധുരം. ഈ മധുരം ഇടായിരുന്നെങ്കിൽ തന്നെ സൂപ്പർ. ഗോതമ്പിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് സെറ്റാവോ ഇല്ലേന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷമമായിരുന്നു റെഡിയാവോ ഇല്ലേന്നുള്ളത്. പക്ഷെ അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം, നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട്. നല്ല വെന്തിട്ടും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. മധുരം എല്ലാം കറക്റ്റിനായിരുന്നു. കറക്റ്റെന്ന് വെച്ചാൽ കുറച്ച് കൂടുതലാണ്, മധുരം ഉണ്ട്, എന്നാലും അങ്ങനെ അത്ര ഓവറല്ല. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ. രണ്ടിലും അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇല മാറ്റണം, നല്ല നെയ്യിൻ്റെ വേണം. രണ്ടാമത് വെച്ചതിൽ നമ്മൾ പാത്രത്തിൽ ഇല വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷേ എന്നിട്ടും അത് ഇളകി വീണു. കാരണം നമ്മൾ നെയ്യ് നന്നായിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു പ്ലേറ്റിൽ. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. പക്ഷെ നല്ല സോഫ്റ്റ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇലയുടെ സെൻറ്ററിലായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അതിങ്ങനെ പൊട്ടിപ്പോയത്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അടിപൊളി കേട്ടോ. നമ്മളപ്പോൾ തന്നെ അടുപ്പിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ ഇതിങ്ങനെ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ കട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ചൂടുള്ളത് കൊണ്ട് കുഴപ്പമൊന്നും തോന്നിയില്ല. തണുത്തിട്ട് എടുക്കണമൊന്നുമില്ല. ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫില്ലിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെല്ലാ സാധനവും ഒരുപാട് ഇട്ടിട്ടുള്ളതുകൊണ്ട് കാണാനും നല്ല രസമുണ്ടായിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. കൊള്ളാമോ? സൂപ്പർ. കഴിച്ചോക്കാം ഗൈസ്. നമ്മളെ എക്സ്പ്രഷൻ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ ഇത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഇത്ര സോഫ്റ്റായിട്ട് കിട്ടിയതിൻ്റെ ഒരു ഇത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് സക്സസ് ആകുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റും ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാനായിട്ട് എടുക്കാൻ അടിപൊളിയായിരിക്കും, എളുപ്പമാണ് വെക്കാനും. ചിക്കുട്ട എവിടെ പോണു? ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ പോണ. ഇന്ന് എന്തോന്നാണെന്ന് അറിയാമോ? എന്തോന്നാണ്? ന്യൂ ഇയർ. ഇങ്ങോട്ടിന്ന് പറ, ഇങ്ങോട്ടിന്ന് പറ. ന്യൂ ഇയർ കാണാൻ പോയിട്ട് പടക്കം പൊട്ടിക്കണോ എന്നാ? ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരപ്പൊക്കെ സൂപ്പർ ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.